പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും ഈശോയോട് പ്രാർത്ഥിച്ച് സ്വർഗം തുറന്നവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ബഥേൽ മാതാവേ, 5 നിയോഗങ്ങൾ ഏറ്റെടുത്തിരുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുണ്ട്. കർത്താവേ, എൻ്റെ ഈശോയെ, കഴിഞ്ഞ ധ്യാനത്തിലെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി ആനന്ദമുണ്ട്. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി, കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ആരോഗ്യവും ആയുസ്സും തരണമേ. കർത്താവേ, അവയവങ്ങളുടെ ശക്തിക്കും തല മുതൽ കാൽ വരെയുള്ള അവയവങ്ങളെ ശക്തിപ്പെടുത്തണമേ. നാവിന് ബലവും, കണ്ണുകൾക്ക് കാഴ്ചയും, കാലുകൾക്ക് ബലവും, കൈകൾക്ക് ആരോഗ്യവും നൽകുന്ന നല്ല ദൈവമേ, എല്ലാ അവയവങ്ങളും ഞങ്ങളെപ്പോലുള്ള എല്ലാവരെയും, കേൾക്കുന്ന മക്കളെയും പ്രഘോഷിക്കുന്ന എന്നെയും ശക്തിപ്പെടുത്തണമേ. കർത്താവേ, വിശുദ്ധ അന്തോണീസെ പ്രാർത്ഥിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ വിശുദ്ധ അന്തോണീസെ, ബഥേൽ മാതാവേ പ്രാർത്ഥിക്കണമേ. വിവിധ തൊഴിലുകൾ ചെയ്യുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണേ. കർത്താവേ, വെളിപാട് 21:3, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ പിന്നാലെ ഒരു യാചകനെ പോലെ ഈശോ വരുന്നു. ഇത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും, അസ്വസ്ഥയുണ്ടാവും. സത്യത്തിൽ അങ്ങനെയല്ലേ? കാരണം നമ്മൾ നടക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം മകനെ, മകളെ, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത ശൈലി, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സ്വഭാവം, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതം, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു വിശുദ്ധി എന്നൊക്കെ ആഗ്രഹിക്കാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടോ? അത് ദൈവവിളിയുള്ള മക്കൾക്കാണ് ഈ ചിന്ത വരുന്നത്. അതേസമയം ജഡികാശക്തിയുള്ളവരാണെങ്കിലോ, മദ്യാശക്തിയുള്ളവരാണെങ്കിലോ, കലഹപ്രിയനാണെങ്കിലോ, അസൂയുള്ളവനാണെങ്കിലോ, വൈരാഗ്യമുള്ളവരാണെങ്കിലോ, മദ്യത്തിനും ലഹരി മരുന്നിനും അഡിക്റ്റായവരാണെങ്കിലോ, ഏശ 56:2, സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് വിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കുക. നമ്മൾ അശുദ്ധിയാക്കാതെ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. ഈശോ എഴുന്നള്ളി വരണമേ, ഈശോ എഴുന്നള്ളി വരണമേ. ഒരു യാചകനെ പോലെ നമ്മുടെ പിന്നാലെ വരുന്ന ഈശോ, മകനെ, മകളെ, ആ വഴി പോകരുത്, അത് പാപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ചും കൂടി വിശുദ്ധി, കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, ഒരാത്മീയ മനുഷ്യനായി കാണുന്ന ജീവിതം, കർത്താവിന് പ്രീതികരമാവുന്ന രീതിയിലുള്ള ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞു. മക്കളെ, ഇത് വിശുദ്ധർക്കുള്ളതാണ് ആ ജീവിതം. അത് വിശുദ്ധ പദവിയിലുള്ള മക്കൾക്കുള്ള ജീവിതമാണേ. അതിലേക്കാണ് നിന്നെ വിളിച്ചത്, അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ഞാൻ നിന്നെ വിളിച്ചത്, ഈശോ വിളിക്കുന്നത്. എന്നാൽ ലോകം മൊത്തം, ഈ ലോകം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എങ്ങനെയാ കിടക്കുന്നേ? ഈ ലോകം എങ്ങനെയാ കിടക്കുന്നേ? തിന്മ മാത്രം, തിന്മ മാത്രം, തിന്മ മാത്രം, തിന്മ. എവിടെ നോക്കിയാലും തിന്മ. അതിപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് തുടങ്ങിയുമുണ്ട്. എന്നാൽ 2018 വെള്ളപ്പൊക്കവും കൊറോണയുടെ സമയത്ത്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഒരു പാപബോധം, ഒരു പശ്ചാത്താപം, ഒരു വിശുദ്ധ ജീവിതം മക്കൾക്ക് കാഴ്ചവെക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇവരേറ്റെടുത്തിരിക്കുന്ന 5 നിയോഗങ്ങൾ, കർത്താവേ, ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ. കർത്താവേ, ഇത് സാധിച്ചു കൊടുക്കണേ. കർത്താവേ, ഈ ഒരുപാട് മക്കൾ വിളിച്ചു പറയുന്ന ഇവിടെ വന്നിട്ട് അവർ സാക്ഷ്യം പറയട്ടെ കർത്താവേ, അല്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കട്ടെ കർത്താവേ, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയക്കട്ടെ കർത്താവേ. ഈശോ അനുഗ്രഹിക്കണം. അപ്പോഴും ദൈവരാജ്യം പടരുമല്ലോ കർത്താവേ. ഈശോ, ഇത് കേൾക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കട്ടെ കർത്താവേ. അവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അന്തോണീസെ പ്രാർത്ഥിക്കണേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ.
അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസെ, 5 കാര്യങ്ങൾ നടക്കുവാനും വേണ്ടി പരിശുദ്ധ ദൈവമാതാവും ബഥേൽ മാതാവും വിശുദ്ധ അന്തോണീസും സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വഴി ദൈവം അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ തിരുത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷയാമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അടുത്ത മാസം 14-ാം തീയതി താമസമുള്ള ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും അനേകം മക്കൾ കടന്നു വരാൻ വേണ്ടിയും കഴിഞ്ഞ ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കിട്ടാൻ വേണ്ടിയിട്ടും കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കൾക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും അനുഗ്രഹമായി മാറട്ടെ. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സന്തോഷത്തോടിരിക്കുക മക്കളെ, സമാധാനത്തിലിരിക്കുക. ഈ പ്രതിസന്ധികളും കടന്നു പോകട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.